ഹായ് എവരി വൺ. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ്റെ രംഗത്ത് മക്കളെ, ലാലേട്ടൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നു. അത് ഞാനിപ്പോൾ പ്ലേ ചെയ്യാം പി ആറിൻ്റെ വിഷയത്തിൽ. അതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്, നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചിട്ടല്ലേ ഉള്ളത് ഈ ബിഗ് ബോസിൻ്റെ ഒരു സമയത്ത്. അപ്പോൾ 2 കോമഡി വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും 100% ചിരിച്ച് ചാവുന്ന 2 കോമഡി വീഡിയോ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. അതിനുശേഷം ലാലേട്ടൻ്റെ വോയിസ് ക്ലിപ്പ്. ഇതിൽ നിങ്ങൾ ചിരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മൈൻഡൊന്ന് കൂളാവും. ഓക്കെ, നിങ്ങളതൊന്ന് 2 വീഡിയോ ക്ലിപ്പ് കാണണം. അതിനുശേഷം ലാലേട്ടൻ്റെ വോയിസ് ക്ലിപ്പ് ഞാൻ വെക്കാം. ഓക്കെ, അത് ശരി. നിങ്ങൾ എന്ത് വിചാരിച്ച് എല്ലാവർക്കും വന്ന് കെട്ടിപ്പിടിക്കാനുള്ള എന്നാ? ഞാൻ കുറച്ച് ഐത്തൊക്കെ ഉണ്ട്. സാധാരണക്കാരെ കെട്ടിപ്പിടിച്ച് വയർപ്പ് നാറ്റൊന്നും ആക്കാൻ പറ്റൂല. അതെ, വല്ലാത്തയാതി പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കണോണ്ട് ഒരു കുഴപ്പമില്ല അല്ലേ? വെറുതെ വെച്ചു എന്ന് മാത്രം. അതായത് ഒന്ന് മൈൻഡ് സമാധാനമാകാൻ വേണ്ടി. അടുത്തൊരു അഖിൽമാരായൊരു കോമഡി ഉണ്ട്. അതിനുശേഷം ലാലേട്ടൻ്റെ വോയിസ് ക്ലിപ്പ് വെക്കാം. പിന്നീട് ഈ പറയുന്ന അനുമോൾക്ക് വലിയൊരു നോവലോ എന്ത് പറയുന്ന വലിയൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, എന്ത് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതും ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. ഓക്കെ, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗെയിമറാണ്. ഇതെങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോകത്തക്ക രീതിയിലുള്ള അരോചകമായിട്ടുള്ള കോണ്ടന്റുകളാണ് ഈ നിവിൻ എന്ന് പറയുന്ന മത്സരത്തിൽ. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗെയിമറാണ്. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത എവിടെയെങ്കിലും കിടക്കുന്ന അലവലാദികൾ കാണിക്കുന്ന ഇവരൊക്കെ എന്റർടൈൻമെന്റ് ആണ് കരുതി കൊണ്ടു നടക്കുന്നത്. നമ്മൾ ഈ ബിഗ് ബോസിന്റെ ഒരു പ്രശ്നം കിടക്കുന്ന ഏതാണ്? നന്നായി സംസാരിച്ചത് കൊണ്ടോ നന്നായി എന്റർടൈൻമെന്റ് ചെയ്തതുകൊണ്ടോ കാര്യമില്ല. സാമൂഹിക ബോധമുള്ള ഇവരെ സംബന്ധിച്ച് ഈ എന്റർടൈൻമെന്റ് അല്ല, കോമാളിത്തരമാണ്, വിവരക്കേടാണ്, സ്വാർത്ഥതയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. നന്നായി എന്റർടൈൻമെന്റ് ചെയ്തതുകൊണ്ടോ കാര്യമില്ല. ഇവിടെ പലപ്പോഴും നിവിൻ്റെ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ് പുറത്ത് വന്നാൽ ഞാൻ കണ്ടന്റുകളൊക്കെ ഞാൻ കാണുമ്പോഴത്തേക്ക് ലാലേട്ടനോട് സംസാരിക്കുമ്പോഴായിക്കോട്ടെ, ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോൾ ആയിക്കോട്ടെ, വിവരക്കേടുകൾ എഴുന്നള്ളിക്കുന്നതിന് എന്റർടൈൻമെന്റ് ആയിട്ട് പലപ്പോഴും ആഘോഷിക്കുകയാണ്. അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഏറ്റവും ബെസ്റ്റ് ഗെയിമർ നിവിനാണ്. ഇത്തരം ഒരു മത്സരാർത്ഥിയൊക്കെ എങ്ങനെ സഹിക്കുന്നു? ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗെയിമറാണ്. എങ്ങനെ ഇരിക്കണം എന്താ അല്ലേ, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആവാൻ വേണ്ടി വെച്ചതാണ്. നമുക്ക് ലാലേട്ടൻ്റെ വോയിസ് ക്ലിപ്പ് വെക്കാം. അതിനുശേഷം അനുമോൾക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ വെക്കാം. ഓക്കെ, ഞാനിപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു കുറെ പൈസ കൊടുത്തു, എന്നിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ അയാൾക്ക് വോട്ട് ചെയ്യോ? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വളരെ ഇന്റലിജന്റ് ആയിട്ട് കളിക്കണം. അല്ലാതെ PR കൊണ്ട് മാത്രം ജയിച്ച ആളെ എനിക്കറിയില്ല. അടുത്ത ആഴ്ച നിങ്ങളുടെ വോട്ട് കുറയാം. ഒരു ദിവസത്തെ പ്രവൃത്തി മതി. അതായത് നമ്മുടെ ലാലേട്ടൻ പറയുന്നത് PR കൊണ്ട് മാത്രം ഒന്നും നടക്കൂല എന്ന്. ഇപ്പം ഞാൻ നാളെ ബിഗ് ബോസിലേക്ക് പോവുകയാണ്. 16 ലക്ഷത്തിൻ്റെ PR കൊടുത്താണ് ഞാൻ പോകുന്നത്. എക്സാമ്പിളാണ്. ഞാൻ പോയിട്ട് അവിടെ മിണ്ടാണ്ടിരുന്നാൽ എന്തെങ്കിലും നടക്കുമോ? ഇല്ല. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യണം. എന്തെങ്കിലും ചെയ്താലേ പുറത്ത് നിന്ന് 16 ലക്ഷം ആർക്കാലും പണിയെടുക്കാൻ പറ്റും. ഓക്കെ, അല്ലാതെ അങ്ങനെയല്ല, ഞാൻ കാര്യം പറഞ്ഞതാണ്. ലാലേട്ടൻ പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പൊന്നു പ്രേക്ഷകരെ, അനുമോൾക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു അവാർഡ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫോട്ടോ അത് കാണിക്കും. ഫോട്ടോ ഒന്ന് കാണിക്കും. ചേട്ടാ എവിടെ നിന്ന് വരുന്നത്? നാഗർകോവിൽ. കാണാൻ വേണ്ടി വന്നെയാണോ കേരളത്തില്? ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നു? മലയാളിയാ? തമിഴ്? എങ്ങനെ ലൈവാണോ കണ്ടത്? ആ, ലൈവ് കണ്ടുകൊണ്ടാ വന്നത്. അല്ലാതെ TV കണ്ടിരുന്നെങ്കിൽ വരില്ലായിരുന്നു. എങ്ങനെ എപ്പിസോഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്ത് തോന്നി? കഷ്ടപ്പെട്ട് തോന്നി. ഓക്കെ, എന്തായാലും ആരുടെ പോയിരുന്നു എന്ന് പറഞ്ഞു? ആണോ? അച്ഛനാണ് വഴി പറഞ്ഞത്? ഇതൊക്കെ നേരത്തെ എനിക്ക് പറഞ്ഞിരുന്നു കേട്ടോ. ഒരാളും കൂടെ ഉണ്ട് കൂടെ വന്ന്. വേണ്ട, കാണിക്കണ്ട. എങ്ങനെ വന്നു? കാറിലാ വന്ന്. എന്നാലും എൻ്റെ അനുമോളെ, ഇടയ്ക്കൊന്ന് മലയാളിയും ചോദിച്ചത് വളരെ തെറ്റായിപ്പോയി. അദ്ദേഹത്തിന് ഫീൽ ആയിരിക്കുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. പൊന്നാര പ്രേക്ഷകരെ, നമ്മുടെ രേണു സുധിയുടെ ഒരു പാട്ട് വന്നിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ രേണു സുധിയുടെ പാട്ട്. അടുത്തതായിട്ട് ഷാനവാസ് അനീഷിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, അനീഷ് വിന്നറാവും എന്നായിരുന്നു എൻ്റെ കാഴ്ചപ്പാട്. പക്ഷെ സെക്കൻഡ് പൊസിഷനിൽ ഞാൻ എത്തും എന്ന് വിചാരിച്ചിരുന്നു. കാരണം അനീഷിനെ ഞാൻ വന്ന ഫസ്റ്റ് ദിവസം മുതൽ അനീഷിനെ ഞാൻ വിലയിരുത്താൻ തുടങ്ങിയതാണ്. അനീഷ് എന്താണെന്ന് മനസ്സിലാക്കിയതാണ്. അനീഷിനെ പോലൊരാളെ ഇങ്ങനല്ല ഹാൻഡിൽ ചെയ്യേണ്ടത്, വേറെ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയ ഒരു പോയിന്റ് എത്തിയപ്പോൾ പതുക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഫ്രണ്ടായി. അതെ, നമ്മൾ മുള്ളുകൊണ്ട് എടുക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ മാറ്റി വെച്ച് ഞാൻ അവനെ വളരെ സോഫ്റ്റായിട്ട്, അവൻ എത്ര ദേഷ്യപ്പെട്ടാലും
ഞാൻ അവനോട് പറയും, അതെ നീ ഇങ്ങനൊക്കെ പറഞ്ഞാലും നീ ഇങ്ങനൊക്കെ ദേഷ്യപ്പെട്ടാലും നിനക്ക് എന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ട് എന്ന് ഞാൻ കയറ്റിയിടും. എന്നോട് അടുപ്പം കാണിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഞാൻ അനീഷിനെ ഹാൻഡിൽ ചെയ്തത്. ഇങ്ങനെയൊക്കെയാണ് ഷാനവാസ് പറയുന്നത്. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ചൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ഞാൻ പറയുകയാണ്. പൊന്നു പ്രേക്ഷകരെ ഒരു കാര്യം പറയുകയാണ്, ഇനി നമുക്ക് വേണ്ട PR മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വഴക്ക് നമ്മൾ നിർത്താം. വിജയിയായി കഴിഞ്ഞു, ചർച്ചാ വിഷയം കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, ഇനി കൂടിപ്പോയ 2 ദിവസം ബിഗ് ബോസിനെ കുറിച്ച് ചർച്ച ചെയ്യും. കുറേ ചാനൽ ഇപ്പം നിർത്തി ബിഗ് ബോസിനെ കുറിച്ച് പറയാൻ. അപ്പോൾ ഇനി ആകെ ആദില നൂറയുടെ പ്രതികരണം മാത്രമാണ് വരാൻ ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നീട് നമ്മൾ പണ്ടത്തെ പോലെ ഒരു 9 മാസം വെയിറ്റ് ചെയ്യണം അടുത്ത ബിഗ് ബോസ് വരാൻ വേണ്ടി. 9 മാസത്തിൽ എന്ത് കിട്ടുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, ഫ്രീ സമയത്ത് എനിക്ക് പണിയില്ല എന്ന് കുറേ പേര് പറയും. നല്ല പണിയുണ്ട്. ഓക്കെ, പണിയുടെ ഇടയിലാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ കേട്ട് സമാധാനമായല്ലോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.